ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പം ഇനി നോമ്പൊക്കെ വരികയല്ലേ. നോമ്പിന് എന്തായാലും മക്കൾക്കൊക്കെ എണ്ണക്കടികൾ വേണം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എണ്ണക്കടികളാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടോളൂ കേട്ടോ. ഫുള്ളായിട്ട് കണ്ടോളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതും വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ടയും വേണം, 2 ഉരുളൻകിഴങ്ങും വേണം. അപ്പം അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു ചെറിയൊരു സബോള, പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതുപോലെ മല്ലിയില. അപ്പോൾ ഇത്ര സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ആ ഒരു കോഴിമുട്ട ഇനിയിപ്പോൾ കൈ വെച്ച് ഉടച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെയായാലും നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. ഇതാ ഈ ഒരു ഉരുളൻകിഴങ്ങും കൂടി ഞാനത് കൈ വെച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണ്ടിച്ചിട്ട് വേണമെങ്കിലും അതൊന്ന് ഉടച്ചെടുക്കുക. നന്നായി വെന്തതാണല്ലോ, അപ്പം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ എല്ലാം കൂടി ഇതുപോലെ ഉടച്ചെടുക്കണുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും നമ്മൾ വഴറ്റിയെടുക്കണമെന്നില്ല, നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഇത് ഇഞ്ചിയും പച്ചമുളകും കൂടിയാണ് കേട്ടോ. ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 1.5 പച്ചമുളകാണ്. നമ്മൾ എരിവിന് എത്ര ആവശ്യം വേണം അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുത്താൽ മതി. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മതി കേട്ടോ, കുത്ത് വരണ്ട. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ഒന്ന് നനച്ചിട്ട് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. കുറച്ച് മയോണൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. പുഴുങ്ങിയ മുട്ടയും പിന്നെ ഉരുളൻകിഴങ്ങും കൂടി വെച്ചിട്ട്, അപ്പോൾ അതിൽ കുറച്ച് ഓയിലുള്ളൂ, അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ അത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. നമുക്കൊരു ഉരുള കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി ബ്രെഡ് പൊടിച്ചത് വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ, നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് നനച്ചിട്ട് പിഴിഞ്ഞിട്ട് നന്നായി പിഴിയണം. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഉരുളായിട്ട് കിട്ടുന്നുണ്ട്. ഇനി കൈയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ഒന്നും കൂടി ഉരുളകളാക്കിയിട്ട് എടുക്കുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. അത് കുഴച്ചുകൊണ്ട് അങ്ങനെ ആക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ഉരുളകളാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എത്ര വലുപ്പം വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കിയിട്ടെടുക്കുക. ഈ ഉരുളകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതുപോലെ ഉരുളകളാക്കിയിട്ടെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ആക്കിയിട്ടെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ മയോണൈസ് ഇടണമെന്നും ഒരു നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാ ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്ക് മുട്ടയിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി കോഴിമുട്ടയിൽ മുക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി നമുക്കൊരു രസത്തിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബ്രെഡിൽ അങ്ങോട്ട് മുക്കി കോട്ട് ചെയ്തിട്ട് അതിൽ മുക്കി പൊരിച്ചാലും മതി. അപ്പം ഞാനിതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഇതാ ഓരോ ബൗളും ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് നമുക്കത് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഓരോന്ന് മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു പോലെ തന്നെയാണ്. ഇത് വഴറ്റണ്ട, അത്ര തന്നെ ഉള്ളൂ. എന്തായാലും മക്കൾക്കും നമുക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ അധികം പണിയൊന്നും ഇല്ലല്ലോ. ഉരുളൻകിഴങ്ങും മുട്ടൊക്കെ രാവിലെ തന്നെ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചരിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് തിരക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നോമ്പിന് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കില്ല എന്ന്. പക്ഷേ ഒരു 4-5 മണിയാണ് ആ സമയത്ത് എന്തായാലും മക്കൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അവർ എത്രയും നേരം നോമ്പെടുത്തിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതാ ഓരോന്നും ബ്രെഡിൽ കോട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് വേഗം പൊരിച്ചെടുക്കാനും പറ്റും. അങ്ങനെ എണ്ണ കുടിക്കണമെന്നില്ല. അത് കാരണം ധൈര്യമായിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുക. ചില എണ്ണക്കടികളുണ്ടെങ്കിലോ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും അതിൽ നന്നായിട്ട് എണ്ണ ഒക്കെ കുടിക്കണ പോലെ ഇതങ്ങനെ എണ്ണ ഒന്നും കുടിച്ചെടുക്കില്ല കേട്ടോ. നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ കയ്യിൽ എണ്ണ പറ്റുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ അതുമാത്രമല്ല, 2 ഉരുളൻകിഴങ്ങും 2 കോഴിമുട്ടയും വെച്ചിട്ടാണ് നമുക്ക് ഒരു പ്ലേറ്റ് നിറച്ചും പലഹാരം കിട്ടുന്നത്. അപ്പം അതും വലിയ കാര്യമാണല്ലോ.
നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് കുറേ സാധനം കിട്ടുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എനിക്ക് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വെളിച്ചെണ്ണേനെക്കാട്ടി ഇഷ്ടം ഓയിലിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടെണ്ണം കഴിക്കുമ്പോഴത്തേനും ഒരു മടുപ്പ് വരും. അത് ഉണ്ണിയപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഓയിലിൽ പൊരിച്ചെടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഏത് എണ്ണയിലാണ് പൊരിച്ചെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതിപ്പോൾ ചൂടായതിൻ്റെ ശേഷം ഇതിട്ട് കൊടുക്കണുണ്ട്. ഇത് പൊട്ടി തെറുക്കി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചിലത് നമ്മൾ എണ്ണയിലിട്ട് കൊടുത്താൽ ഇങ്ങനെ ചെറിയൊരു പൊട്ടി തെറുക്കലുണ്ടല്ലോ. അപ്പോൾ ഇത് പൊട്ടി തെറുക്കൊന്നുമില്ല, പേടിക്കേണ്ട, ധൈര്യമായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഓരോ ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ അങ്ങോട്ട് മറിച്ചിടുക. അങ്ങനെ 2-3 പ്രാവശ്യം മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ആ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് കാരണം ഒന്ന് പതുക്കനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ കുറച്ചധികം കൂടുതൽ ഇട്ട് കൊടുത്ത കാരണമാണ് കേട്ടോ. കുറച്ചൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മറിച്ചിടാൻ പറ്റും. ഞാനിത് വേഗം ഉണ്ടാക്കി കഴിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 5-6 ഒരുമിച്ച് ഇട്ട് കൊടുത്തേക്കാണ്. 6 അല്ല അല്ലേ, ഞാൻ 8 ഒരുമിച്ചിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചുകൊണ്ട് മറിച്ചിടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഒരു 3 ഇട്ട് കൊടുത്തിട്ട് വേഗം പൊരിച്ചെടുക്കുകയാണെങ്കിലും ഇത് വേഗമായി കിട്ടും കേട്ടോ. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് നോമ്പൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എണ്ണക്കടികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ട് എളുപ്പത്തിൽ കാണിക്കേണ്ടത്, ഹെൽത്തി ആയിട്ടും കാണിച്ചു തരാം, എണ്ണക്കടികളായിട്ടും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഷോർട്സും പിന്നെ ആഴ്ചയിൽ 2 ദിവസവും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസായിട്ടാണ് ഞാൻ വരാറുള്ളത്. അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്, കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളായിട്ടാണ് ഞാൻ വരാറുള്ളത്. അപ്പോൾ എന്നെപ്പോലെ പണിയെടുക്കാൻ കുറച്ച് മടിയാണ്, എന്നാൽ കുറേ സാധനങ്ങൾ വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓണാക്കി വെച്ചോളൂ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേഗം കണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടാറുള്ളത് ഉച്ചയ്ക്ക് ഒരു 12 മണിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 മണിയാകുമ്പോഴത്തേനൊക്കെ വീഡിയോ കണ്ടാൽ 4 മണിക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്തിട്ട് ഇതുപോലെ മുരിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളൊക്കെ വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ വലിയതായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഒക്കെ വേവിച്ചെടുത്ത സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു സബോളൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്ര പോരം പലഹാരമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒരു 2 ഉരുളക്കിഴങ്ങും 2 കോഴിമുട്ടയും വെച്ചിട്ട് ഒരു 5-6 ആൾക്കാർക്ക് ഇഷ്ടംപോലെ കഴിക്കാനുള്ളൊരു പലഹാരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോമ്പിന് ഒരു എണ്ണക്കടി ആയാലും മതിയല്ലോ. ഈ 2 3 ഓരോരുത്തർക്ക് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് മതി. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണേ. പിന്നെ ഇതെന്തായാലും പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ ഉള്ളിലൊക്കെ ഇതുപോലെയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സോസ് കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കുക, സോസ് കൂട്ടാതെ വേണമെങ്കിലും കഴിക്കുക. അപ്പോൾ ഞാൻ സോസ് കൂട്ടാതെയും കഴിച്ചിട്ടുണ്ടായിരുന്നു, സോസ് കൂട്ടിയിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സോസൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ നോമ്പിന് വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.